CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെന്റർ ഫോർ ഹാർട്ട് സയൻസസ് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. എൽബോ എക്യുപ്മെന്റ് സന്ദർശിക്കൂ. വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവിച്ചറിയൂ. നമസ്കാരം, CCN ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പട്ടാമ്പി ടൗണിലെ അഴുക്കുചാലിലേക്ക് വീണ്ടും മലിനജലം തള്ളുന്നതായി കണ്ടെത്തൽ. നടപടിയുമായി നഗരസഭ അധികൃതർ. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മൃതി ദിനത്തിൽ സ്പേസിന്റെയും അടയ്ക്കാപ്പുത്തൂർ സംസ്കൃതിയുടെയും നേതൃത്വത്തിൽ പടർന്നു പന്തലിക്കട്ടെ കലാമിന്റെ ഓർമ്മകൾ എന്ന പേരിൽ കലാമനുസ്മരണവും ഓർമ്മമരം നടലും സംഘടിപ്പിച്ചു. ചെർപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി KPS പയ്യനടം ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറം വലമ്പൂർ കൊടിയാൽക്കുന്ന് പരിസരത്തെ നിർമ്മിച്ച കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാർ രംഗത്ത്. പ്രസ്തുത സ്ഥലത്ത് 3 വർഷങ്ങൾക്ക് മുൻപും ക്വാറി തുടങ്ങുന്നതിനായി ശ്രമം നടന്നിരുന്നുവെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ. വിശദമായ വാർത്തകളിലേക്ക്. ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മൃതി ദിനത്തിൽ സ്പേസിന്റെയും അടയ്ക്കാപ്പുത്തൂർ സംസ്കൃതിയുടെയും നേതൃത്വത്തിൽ ചെർപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പടർന്നു പന്തലിക്കട്ടെ കലാമിന്റെ ഓർമ്മകൾ എന്ന പേരിൽ കലാമനുസ്മരണവും ഓർമ്മമരം നടലും സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ KPS പയ്യനടം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ 2ാം ചരമവാർഷിക ദിനത്തിൽ ചെർപ്പശ്ശേരി സ്പേസിന്റെയും അടയ്ക്കാപ്പുത്തൂർ സംസ്കൃതിയുടെയും നേതൃത്വത്തിൽ ചെർപ്പശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാമനുസ്മരണം സംഘടിപ്പിച്ചു. ചെർപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നതിന്റെ അധ്യക്ഷതയിൽ സാഹിത്യകാരൻ KPS പയ്യനടം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരിൽ ഒരാൾ എന്ന വിശേഷണം വാസ്തവത്തിൽ APJക്ക് തികച്ചും യോജിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ അക്കാദമിക് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ക്ലാസ് മുറികളിൽ നടത്തിയ അധ്യാപനം മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് അനേക ലക്ഷം വിദ്യാർത്ഥികളോട് അദ്ദേഹം സംവദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ സംവാദങ്ങളാണ് APJ അബ്ദുൽ കലാമിനെ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാക്കി മാറ്റിയത്. രാഷ്ട്രപതി എന്നുള്ളത് അതിനിടയ്ക്ക് കിട്ടിയ ഒരു സ്ഥാനം മാത്രം. അതിലൊന്നുമല്ല ചരിത്രം APJ അബ്ദുൽ കലാമിനെ രേഖപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ പുതുതലമുറയ്ക്ക് നൽകിക്കൊണ്ടിരുന്ന പ്രതീക്ഷകൾ, അവരുടെ ചിന്തയെയും സ്വപ്നങ്ങളെയും തലോടി ഉണർത്തുന്നതിന് അദ്ദേഹം നടത്തിയ നിരവധിയായ ശ്രമങ്ങൾ. ഈ ശ്രമങ്ങളുടെ പേരിലായിരിക്കും വാസ്തവത്തിൽ APJ അബ്ദുൽ കലാം വരും കാലങ്ങളിൽ ആദരിക്കപ്പെടുക. അദ്ദേഹത്തിൻ്റെ ആത്മകഥാ സ്വഭാവമുള്ള രചന ഉൾപ്പെടെ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെല്ലാം തന്നെ അത്തരത്തിൽ നമ്മളുടെ ചിന്തയെയും നമ്മുടെ സ്വപ്നങ്ങളെയും തട്ടി ഉണർത്താൻ പര്യാപ്തമായതാണ്. സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്കിൽ APJയുടെ ഓർമ്മയ്ക്കായി ആലും മാവും നട്ടു. ചടങ്ങിൽ പ്രധാനാധ്യാപിക മിനികുമാരി, നഗരസഭാംഗങ്ങളായ പ്രകാശ് കുർമാപ്പുള്ളി, KM ഇസ്ഹാഖ്, PTA പ്രസിഡന്റ് C കൃഷ്ണദാസ്, C രാഘവൻ, V നന്ദകുമാർ, രാജേഷ് അടയ്ക്കാപ്പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കൃതി പ്രവർത്തകരായ പ്രവീൺ കുമാർ, ജയദേവൻ, രമേശ് പാണമ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി. NSS കോർഡിനേറ്റർ C ഹൈദ്രോസ് കോയ, ഹരിതസേന PP കലാവതി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN ന്യൂസ് ചെർപ്പശ്ശേരി. പട്ടാമ്പി ടൗണിലെ അഴുക്കുചാലിലേക്ക് വീണ്ടും മലിനജലം തള്ളിവിടുന്നതായി കണ്ടെത്തൽ. ഇതിനെതിരെ നഗരസഭാ അധികൃതർ രംഗത്ത്. പട്ടാമ്പി ടൗണിൽ അഴുക്കുചാലുകളിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും മലിനജലം ഒഴുക്കിവിടുന്നതിനെതിരെ ആഴ്ചകൾക്ക് മുൻപ് നടപടിയുമായി നഗരസഭ രംഗത്തിറങ്ങിയിരുന്നു. ഭാരതപ്പുഴയിലേക്കുള്ള മലിനജലം ഒഴുക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി ഹോട്ടലുകളിൽ നിന്നും ലോഡ്ജുകളിൽ നിന്നും അഴുക്കുചാലിലേക്ക് പ്രത്യേക പൈപ്പിട്ട് മലിനജലം തള്ളിവിടുന്നത് കണ്ടെത്തുകയും ഈ പൈപ്പുകളെല്ലാം നഗരസഭാ അധികൃതരുടെ നേതൃത്വത്തിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് അഴുക്കുചാലുകളിൽ വൻതോതിൽ മലിനജലം തള്ളിയ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ചാലിലേക്ക് തള്ളിയിട്ടുണ്ട്. ഇത് വഴിയാത്രക്കാർക്കും പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾക്കുമെല്ലാം ദുർഗന്ധം ശ്വസിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് നഗരസഭാ ചെയർമാൻ KP വാപ്പുട്ടിയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. ഇത്തരം കൃത്യങ്ങൾ നടത്തുന്നവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരുമെന്ന് ചെയർമാൻ പറഞ്ഞു. മലിനജലം ചാലിലേക്ക് തള്ളുന്നവരെ കണ്ടെത്തുവാൻ വേണ്ട നടപടികളും സ്വീകരിച്ചതായി ചെയർമാൻ പറഞ്ഞു. ഇനി യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കും, യാതൊരു സംശയമില്ല. കാരണം നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, വാട്സപ്പിൽ ഇടുന്ന സുഹൃത്തുക്കൾ
അത് നേരിട്ട് മുനിസിപ്പാലിറ്റിയെ രേഖാമൂലം അറിയിക്കുകയാണെങ്കിൽ അവരുടെ പേര് ഞങ്ങൾ വെളിപ്പെടുത്തൂല. ഒന്നുമില്ലെങ്കിൽ പിന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റാസിയുടെ ഫോണിലോ അല്ലെങ്കിൽ എൻ്റെ ഫോണിലോ ചെയർമാൻ്റെ ഫോണിലോ അല്ലെങ്കിൽ മുനിസിപ്പൽ ഓഫീസിലോ ഫോണിലോ അവർ രഹസ്യമായിട്ട് ഇന്ന ഭാഗത്താണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നടപടി. ഇത് വാട്സപ്പിൽ വിട്ടിട്ട് അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മളത് രേഖാമൂലം മുനിസിപ്പാലിറ്റി അറിയിക്കുക, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി ഇന്ന ഭാഗത്താണ്. ഇപ്പം ഇന്നലെ വാട്സപ്പിൽ കണ്ടു ഓടയിലേക്ക് നല്ല ടാങ്കിൽ നിന്ന് മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടുന്ന രംഗം. അത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിച്ച് രാത്രി 1 മണിക്ക് ശേഷമാണ് തോന്നുന്നുണ്ട് അത് ആ വാട്സപ്പിൽ വിട്ടിരിക്കുന്നത്. അത് എവിടെ നിന്നാണ് കണ്ടുപിടിച്ച് അത് എന്തായാലും എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അവരെ പേരിൽ നടപടിക്ക് ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകും. CCA ന്യൂസ് പട്ടാമ്പി. അങ്ങാടിപ്പുറം വലമ്പൂർ കൊടിയാൽക്കുന്ന് പരിസരത്ത് നിർമ്മിച്ച കരിങ്കൽ ക്വാറിക്കെതിരെ നാട്ടുകാർ രംഗത്ത്. പ്രസ്തുത സ്ഥലത്ത് 3 വർഷങ്ങൾക്ക് മുൻപും ക്വാറി തുടങ്ങുന്നതിനായി ശ്രമം നടന്നിരുന്നുവെങ്കിലും നാട്ടുകാരുടെ അവസരോചിതമായ ചെറുത്തുനിൽപ്പിനാൽ ക്വാറി മാഫിയ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്വാറിയുടെ 3/4 കിലോമീറ്റർ മാത്രം ചുറ്റളവിലുള്ള സ്ഥലത്ത് UP സ്കൂൾ, LP സ്കൂൾ, മദ്രസകൾ, അംഗനവാടി തുടങ്ങി 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന 8 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. കൂടാതെ നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാതയ്ക്കടുത്തായാണ് ക്വാറി നിർമ്മിക്കാനൊരുങ്ങുന്നത്. യാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷയ്ക്ക് വൻ ഭീഷണിയായി ക്വാറി നിലനിൽക്കുവാനിടയുണ്ട്. കൂടാതെ 150ഓളം വീടുകളാണ് നിർദ്ദിഷ്ട ക്വാറി പരിസരത്തായി ഉള്ളത്. ആയിരക്കണക്കിന് ജനങ്ങൾക്കും കൃഷിക്കും കൂടാതെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ക്വാറി കാരണമാകും. ഇക്കഴിഞ്ഞ കൊടും വരൾച്ചയിലും മുള്ളിയാകുറിശി കുളമ്പ് ഭാഗത്തുള്ള 50-ലധികം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കൊടിയാൽക്കുന്ന് ചോല നാമാവശേഷമാകുന്നതോടെ ഇവരുടെ കുടിവെള്ളവും നശിക്കും. കേവലം 200 മീറ്റർ അകലത്തിൽ മാത്രം, വെറും 200 മീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ഈ നിർദ്ദിഷ്ട കോറിയുടെ സ്ഥലം. അപ്പോൾ ഈ കോറി വരുന്നതും ഈ റെയിൽവേ ലൈൻ കടന്നു പോകുന്നതായിട്ടുള്ള പാറ എന്ന് പറയുന്നത് ഒരൊറ്റ പാറയാണ്. അതെന്തായാലും അവിടെ ഉഗ്ര സ്ഫോടനത്തിലൊരു പാറ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിലവിലുള്ള റെയിൽവേ പാതയെ അതേപോലെ ട്രെയിനിൻ്റെ സുരക്ഷിതത്വമൊക്കെ അത് ബാധിക്കും. അപ്പോൾ റെയിൽവേ അധികാരികളെ കൂടി ഈ കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. അതിനാൽ തന്നെ കൊടിയാൽക്കുന്ന് പ്രദേശത്ത് ക്വാറി പ്രവർത്തിപ്പിക്കുന്നതിന് അനുവാദം ലഭിക്കാതിരിക്കുവാനായി സമരം സംഘടിപ്പിക്കുവാനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഇതിനായി അധികാരികൾ മുമ്പാകെ നിവേദനങ്ങളും സമർപ്പിച്ചു കഴിഞ്ഞു. 29-ന് മുള്ളിയാകുറിശി PTM AUP സ്കൂളിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുവാനും കൂട്ടായ്മ തീരുമാനിച്ചു. കിഴാറ്റൂർ 12, 13 വാർഡ് ഗ്രാമസഭകളിൽ ക്വാറിക്കെതിരെയുള്ള പ്രമേയം നേരത്തെ തന്നെ പാസാക്കിയിരുന്നു. മങ്കടം മണ്ഡലം MLA മഞ്ഞളാംകുഴി അലി സാഹിബ്, അതുപോലെ മഞ്ചേരി മണ്ഡലം MLA ഉമർ, മങ്കട മണ്ഡലം MLA അഹമ്മദ് കബീർ സാഹിബ്, P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഉമർ അറക്കൽ, TK റഷീദ് അലി തുടങ്ങിയവർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനു പുറമെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള അങ്ങാടിപ്പുറം പഞ്ചായത്ത് O. കേശവൻ, കിഴാറ്റൂർ പ്രസീത മണി, അതുപോലെ തന്നെ മുള്ളിയാകുറിശി 12-ാം വാർഡ് മെമ്പറായിട്ടുള്ള ഉസ്മാൻ, അങ്ങാടിപ്പുറം 6-ാം വാർഡ് മെമ്പർ അബ്ദുൽ അസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അതുപോലെ സുബ്രഹ്മണ്യൻ തുടങ്ങിയിട്ടുള്ള 5-ാം വാർഡ് മെമ്പർ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. K. മുഹമ്മദ്, കുഞ്ഞി മുഹമ്മദ്, VP അബ്ദുൽ അസീസ്, സുബ്രഹ്മണ്യൻ, P. അബ്ദുൽ ഖാദർ, ഉസ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCA ന്യൂസ് പെരിന്തൽമണ്ണ. വാർത്തകൾ ഇനി ഇടവേളയ്ക്കു ശേഷം.